കുംഭമേളയിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ മൊണാലിസ ഭോസ്ലെ ആൺ സുഹൃത്തുമായി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയെന്നാണ് വാർത്ത. അച്ഛനുമായുള്ള തർക്കത്തെ തുടർന്ന് ആൺ സുഹൃത്തും ഒന്നിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തുകയായിരുന്നു. അച്ഛനിൽ നിന്ന് രക്ഷിക്കണമെന്നും ആൺ സുഹൃത്ത് ഫർമാനൊപ്പം ജീവിക്കാനാണ് താല്പര്യമെന്നും മൊണാലിസ പോലീസിനോട് പറഞ്ഞു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, കേരള സ്റ്റോറി എന്നൊരു സിനിമ, അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും അതിലെ പ്രമേയങ്ങളും ഒക്കെ തന്നെ ചർച്ചയാകുന്ന സമയത്താണ് മൊണാലിസ എന്ന ഈ വൈറൽ താരം ഇപ്പോൾ കേരളത്തിൽ അഭയം തേടി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വാർത്തയിൽ ഇപ്പോൾ അത് ചർച്ചയാകുന്നതും ഇടം പിടിച്ചിരിക്കുന്നതും. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? എങ്ങനെയാണ് തിരുവനന്തപുരത്തേക്ക് ഇവർ എത്തുന്നത്? ഇപ്പോൾ പോലീസ് എന്താണ് ഇവരോട് പറഞ്ഞിരിക്കുന്നത്? ഈ പ്രയാഗ്രാജിലെ കുംഭമേളയിൽ രുദ്രാക്ഷമാലകൾ വിൽക്കുന്ന വീഡിയോ വൈറലായതോടെയാണ് മൊണാലിസ ലോക ശ്രദ്ധ തന്നെ നേടിയത്. താരത്തെ കാണാൻ അന്ന് വൻ ജനക്കൂട്ടം വരികയും ഈ കുംഭമേളയിലെ കച്ചവടം നടത്തി പിതാവടക്കം പിന്നീട് അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തൊക്കെ വലിയ വിവാദമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ തരംഗമായതോടെ ഈ താരത്തെ തേടി സിനിമാ അവസരങ്ങളും എത്തി. അങ്ങനെ ഒരു സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടിയാണ് കേരളത്തിലേക്ക് മൊണാലിസ ഭോസ്ലെ എത്തിയപ്പോൾ ഈ കാമുകൻ ഫർമാൻ ഖാൻ എന്ന് പറയപ്പെടുന്ന ആളുണ്ടായിരുന്നു. ഇൻഡോർ സ്വദേശിയാണ്, മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിയാണ് മൊണാലിസ. മഹാരാഷ്ട്ര സ്വദേശിയാണ് ഫർമാൻ ഖാൻ. ഇരുവരും തമ്മിലുള്ള ബന്ധത്തെ മൊണാലിസയുടെ കുടുംബം ശക്തമായി എതിർത്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷമാണ് ഈ പിതാവുമായി കൊച്ചിയിൽ വെച്ചൊരു തർക്കം ഉണ്ടാവുകയും ഈ മൊണാലിസയും അതേപോലെ തന്നെ കാമുകനായിട്ടുള്ള ഫർമാൻ ഖാനും കൂടി തിരുവനന്തപുരം തമ്പാനൂർ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തത്. പിതാവ് മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്നതായി മൊണാലിസ പോലീസിനോട് പറഞ്ഞു. അതിനാലാണ് സഹായം തേടി പോലീസ് സ്റ്റേഷനിൽ എത്തിയതെന്നും പറയുന്നുണ്ട്. പരാതി നൽകിയ ശേഷം ഇരുവരും ഇപ്പോൾ ഈ സിനിമാപ്രവർത്തകരോടൊപ്പമുള്ള സിനിമാപ്രവർത്തകർ വന്ന സാഹചര്യത്തിൽ എറണാകുളത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഇരുവരുടെയും മൊഴി തമ്പാനൂർ പോലീസ് രേഖപ്പെടുത്തി. ഷൂട്ടിങ്ങിനായാണ് ഇരുവരും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിലെത്തിയത്. താമസ സ്ഥലത്തേക്ക് ഇരുവരും മടങ്ങിയ സാഹചര്യത്തിൽ ഇവർക്കുള്ള നിയമസഹായം നൽകും എന്നും തമ്പാനൂർ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രജിൻ, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.